പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോ ആക്ടിവിറ്റി എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. റേഡിയോ ആക്റ്റീവ് ഡീകേ ലോ അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ദെൻ റേഡിയോ ആക്റ്റീവ് ഡീകേ ലോ എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഡീകേ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ സാമ്പിൾ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ നമ്മൾ അതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി. ദ ഡി എൻ നമ്പർ ഓഫ് ആറ്റംസ് ഡി ടി ടൈം കൊണ്ട് ഡീകേ ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡീകേ എന്ന് പറഞ്ഞാൽ ഡി എൻ ബൈ ഡി ടി എന്ന് വരും. ടൈം കൂടുന്നതനുസരിച്ച് എന്നിന്റെ വാല്യൂ കുറയാണ്, അപ്പം മൈനസ് കൊടുക്കാം. മൈനസ് ഡി എൻ ബൈ ഡി ടി ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് കൊടുക്കാം, ഓർ മൈനസ് ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ലാംഡ എൻ എന്ന് കൊടുക്കാം. അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷനൊക്കെ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്തു. അങ്ങനെ നമുക്ക് എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് ഡീകേ ലോ. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. സോ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് ഡീകേ ലോ അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. So n equal to n0 e raised to minus lambda t. ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്കൊരു ഗ്രാഫ് വെച്ചിട്ട് തുടങ്ങാം. നോക്കൂ, നമ്മൾ എക്സ് ആക്സിസിലേക്ക് ടൈമും വൈ ആക്സിസിലേക്ക് എന്നും നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയൈ എന്നും നമ്മുടെ അടുത്ത് ഗ്രാഫ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ വാല്യൂ കുറയുക? ഇറ്റ് ഡിക്രീസസ് അല്ലെ? ടൈം കൂടുന്നതിനനുസരിച്ച് എൻ്റെ വാല്യൂ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും അല്ലെ? ഇ റൈസ് ടു മൈനസ് ലാംഡ ഡി ടി, മൈനസ് ലാംഡ ടി, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എൻ സീറോ എന്ന ഇനീഷ്യൽ ടൈമിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ടൈം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് എന്ന് എന്തായും വളരെ പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ റേഡിയോ ആക്ടിവിറ്റി സാധാരണ നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്ടിവിറ്റി. ദ ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഈ ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡീക്കേനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് വിളിക്കുക. റേറ്റ് ഓഫ് ഡീക്കേ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് പെർ സെക്കൻഡ്. അപ്പോഴാണ് റേറ്റ് ഓഫ് ഡിസഇന്റഗ്രേഷൻ, റേറ്റ് ഓഫ് ഡീക്കേ. ഒരു സെക്കൻഡിൽ എത്ര ആറ്റംസ് ഡീക്കേ ചെയ്യുന്നുണ്ട്? ദ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് പെർ സെക്കൻഡ്. ഈ റേറ്റ് ഓഫ് ഡീക്കേ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഡീകേ, ദ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് പെർ സെക്കൻഡ്, അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ഡീകേ. ഈ റേറ്റ് ഓഫ് ഡീകേ ആണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആക്ടിവിറ്റി ഇക്വേഷൻ ഇപ്പം എന്ത് വരും? ആർ ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി അല്ലെ? റേറ്റ് ഓഫ് ഡീകേ ആണ്. ഇനി ആക്ടിവിറ്റി ഓഫ് ദി സാമ്പിൾ ആഫ്റ്റർ എ ടൈം ടി, ആർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. കാരണം നമ്മൾ പറഞ്ഞത് ആർ ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി ആണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എഴുതാൻ പറ്റും. കാരണം അവിടെ ആർ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ആർ ഈക്വൽ ടു, നോക്കുന്നു, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുന്നു, ആർ ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ടി ഈക്വൽ ടു ലാംഡ എൻ എന്ന് കൊടുത്തിരുന്നു അല്ലെ? അപ്പോൾ അതാണ് പിന്നെ ആക്ടിവിറ്റി. ഒരു ടൈമിലുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ ലാംഡ ഇൻറ്റു എൻ ആണ്. അപ്പോൾ നമ്മൾ എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ്, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ഡി ടി, ലാംഡ ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എൻ ഈക്വൽ ടു ആകുന്നു. പിന്നെ എല്ലാവരും ആ ഭാഗം ഒന്ന് നോട്ടുകൾ വെറുതെ റഫായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. എൻ ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. എൻ ഈക്വൽ ടു അവസാനം മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഡീകേ ലോ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയ ഇക്വേഷൻ എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. അതിന് നമ്മൾ ഒരു ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു എൻ സീറോ കോൺസ്റ്റന്റ് അതിന് പുറത്തേക്ക് വരും, എൻ സീറോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഇൻറ്റു ലാംഡ എന്ന് വരും, ഇൻറ്റു മൈനസ് ലാംഡ എന്ന് വരും. ആ മൈനസ് നമ്മൾ ആദ്യത്തിലിട്ടു. സോ മൈനസ് ലാംഡ എൻ സീറോ, പിന്നെ എന്താ ഉണ്ടാവുക? ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഇ റൈസ് ടു ലാംഡ എൻ സീറോ എന്നുള്ളത് നമ്മൾ ആർ സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ മൈനസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ മൈനസ് ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ഞാൻ സ്പീഡ് ഈ ഭാഗം പറഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. നമ്മൾ ഇതിന്റെ ഞാൻ ആ പറഞ്ഞ ഇക്വേഷൻ ഞാനും പിന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലിട്ട് ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. എസ് ഐ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ബെക്കറലാണ് ആക്ടിവിറ്റിന്റെ എസ് ഐ യൂണിറ്റ്. അപ്പോൾ ഒരു ബെക്കറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റംസ്, കാരണം ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ആണ് ബെക്കറൽ. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡീകേ ആണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡീക്കേയിങ് പെർ സെക്കൻഡ്. അപ്പോൾ റേറ്റ് ഓഫ് ഡീകേ ഒരു ബെക്കറൽ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റംസ് ഒരു സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 1 ഡീകേ ബൈ 1 സെക്കൻഡ്, അതാണ് 1 ബെക്കറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതർ യൂണിറ്റ് ക്യൂറി റൂദർഫോർഡ് എന്നുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ട്. 1 ക്യൂറി is equal to 3.7 into 10⁻10 ബെക്കറൽ ആണ്. 1 റൂദർഫോർഡ് is equal to 10�6 ബെക്കറൽ ആണ്. അപ്പോൾ ആക്ടിവിറ്റി എന്താ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ആക്ടിവിറ്റി സാധാരണ GM കൗണ്ടർ, ജിഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനൊക്കെ പറ്റും. അത് ചോദിക്കൂല. ഇനി ഡെഫിനേഷൻ ഓഫ് DK കോൺസ്റ്റന്റ്. നമ്മൾ DK കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ലാംഡ DK കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അത് നമ്മൾ പറയാൻ പോകുന്നത്. പരീക്ഷകരോട് ഇത് ചോദിച്ചു, പക്ഷേ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ സാധനം കൊടുത്തിട്ടില്ല ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് പറയാന്നുള്ളൂ. നമുക്ക് വി ഹാവ് n equal to n0 e raised to minus lambda t മാത്തമാറ്റിക്കൽ ഫോം ഓഫ് DK ലോ ആണ്. നമ്മൾ അവിടെ ഇക്വേഷനിൽ ടിക്ക് നമ്മൾ 1/λ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് 1/λ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടും n equal to n0 e raised to minus lambda into 1/λ എന്ന് വരും. സോ ലാംഡയും 1/λ ലാംഡയും ക്യാൻസൽ ആവും. സോ e raised to minus 1 എന്ന് വരും. e raised to minus 1 എന്ന് പറഞ്ഞാൽ 1 നമുക്ക് n0/e എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ വാല്യൂ 2.718 ആണ്. സോ n0/2.718 1/2.718 എന്ന് പറഞ്ഞാൽ 0.37 എന്ന് കിട്ടും. സോ n equal to 0.37 n0 or 37% of n0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ആറ്റംസ് n-ന്റെ വാല്യൂ, നമ്പർ ഓഫ് ആറ്റംസ് അൺഡിക്കേഡ് n-ന്റെ വാല്യൂ 37% of n0. ആദ്യമുള്ളതിന്റെ ഇനീഷ്യൽ ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് n0. അതിന്റെ 37% ആവാന് എടുത്ത ടൈം അതിന് നമ്മൾ ടി എന്ന് വിളിക്കുക. ആ ടൈമിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനമാണ് ലാംഡ. അങ്ങനെ ടി ഈക്വൽ ടു 1/λ എന്നാ പറഞ്ഞു. സോ അവിടുന്ന് ലാംഡ ഈക്വൽ ടു 1/t എന്ന് കിട്ടും. അപ്പോൾ DK കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? DK കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം. ഏതുള്ള ടൈമാണ്? during which the number of atoms left undecayed in the sample reduces to 37% of the original number of atoms in the sample. ആദ്യമുള്ള നമ്പർ ഓഫ് ആറ്റംസിന്റെ 37% ഡീകേ ചെയ്യാൻ എത്ര സമയമാണോ എടുക്കുക ആ സമയത്തിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതിനെയാണ് നമ്മൾ DK കോൺസ്റ്റന്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. സോ DK കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് ടൈം during which the number of atoms left undecayed in the sample reduces to 37% of original number of atoms in the sample. ഇനി ഹാഫ് ലൈഫ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സൈഡിൽ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യണം. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിന്റെ റേറ്റ് അപ്പൊ അങ്ങനെ ഡീകേ ചെയ്ത് പോകും. അതിന്റെ ഹാഫായി മാറാൻ ഇപ്പൊ 1 കിലോഗ്രാം നമ്മൾ സാധനം എടുത്തു, ഹാഫ് കിലോഗ്രാം 1/2 കിലോഗ്രാം ആവാൻ എത്ര സമയമാണ് എടുക്കുക? അതിനാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ 100 ഗ്രാം സാമ്പിൾ എടുത്തു, 50 ഗ്രാം ആയിട്ട് മാറാൻ നേരെ അതിന്റെ പകുതിയായിട്ട് മാറാം. അപ്പൊ 50 ഗ്രാം സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 25 ഗ്രാം ആയിട്ട് മാറാൻ എത്ര സമയമാണ് എടുക്കുന്നത്? അതാണ് അതിന്റെ ഹാഫ് ലൈഫ്. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പിന്നെ റേഡിയോ ആക്റ്റീവ് ഇപ്പോൾ 100 ഗ്രാമെന്ന് 50 ഗ്രാം ആവാനുള്ള സമയവും 50 ഗ്രാമെന്ന് 25 ഗ്രാം ആവാനുള്ള സമയം 25 ഗ്രാമെന്ന് 12.5 ഗ്രാം ആവാനുള്ള സമയം ഒക്കെ സെയിം ആയിരിക്കും. അത് അതിന്റെ ഹാഫ് ലൈഫ് ആയിരിക്കും. So the time in which the half of the number of atoms present in the initially in the sample decays is called half life of the radioactive element. അപ്പൊ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് ദി ടൈം അറ്റ് വിച്ച് ദ ഹാഫ് ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് present in the sample decays. അതിനുള്ള ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. സോ ടിന്റെ വില ടി ഹാഫ് ആകുമ്പോൾ n-ന്റെ വില എന്താവണം? ആദ്യമുള്ളതിന്റെ പകുതിയായിട്ട് n0/2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ടി ഹാഫിന്റെ ഇക്വേഷൻ നമുക്ക് 0.693/λ ഇങ്ങനെയാണ് കിട്ടുക ഹാഫ് ലൈഫ്. അത് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ n ഈക്വൽ ടു n0 e raised to minus lambda t എന്നുള്ള മാത്തമാറ്റിക്കൽ ഫോം ഓഫ് DK ലോ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ടിക്ക് ടി ഹാഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n-ന് n0/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ടി ഹാഫിന്റെ വില 0.693/λ എന്ന് കിട്ടും. വീണ്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഗ്രൂപ്പിൽ ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. ടി ഹാഫിന്റെ ഇക്വേഷൻ 0.693/λ. ഡിഫറെന്റ് റേഡിയോ ആക്റ്റീവ് എലമെന്റുകളുടെ ഹാഫ് ലൈഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാഫ് ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ലൈഫ് എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 0.693/λ ആണ്. ഈ ലാംഡാണ് DK കോൺസ്റ്റന്റ്, അത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. 0.693/λ ചെയ്യുമ്പോൾ മറ്റൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക. അതാണ് ടി ഹാഫ്. അപ്പോ പിന്നെ ഹാഫ് ലൈഫ് ഓരോ ഡിഫറെന്റ് ആയാലും പല രൂപത്തിലുണ്ട്. ചിലതിന് വർഷങ്ങളുണ്ട്, ചിലതിന് മിനിറ്റുകളുണ്ട്, ചിലത് സെക്കൻഡുകളുണ്ട്, ചിലത് വളരെ ചെറിയ സെക്കൻഡ് 6.6 × 10⁻20 സെക്കൻഡ് ഒക്കെ ലിഥിയം 8-ന്റെ ഒക്കെ പിന്നെ വാല്യൂ. അപ്പോ പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല റേഞ്ചിലുള്ള ഇപ്പൊ കാർബൺ 14 ഒക്കെ 5570 ഏകദേശം അത്രയും വർഷങ്ങളാണ് നമ്മൾക്ക് വരുന്നത്. ഇനി നമുക്ക് പറഞ്ഞ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാം. നമുക്ക് ടിന്റെ വില ടി ഹാഫ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു n-ന്റെ വില n0/2 ആയിരിക്കും അല്ലെ. ടൈം ഒരു ടി ഹാഫ് ആകുമ്പോൾ
ആദ്യ നമ്പർ ഓഫ് ആറ്റംസ് ഇനീഷ്യലി ഉള്ള സാമ്പിളിന്റെ നേരെ പകുതിയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ n = n0/2. n0/2 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n0 × 1/2 എന്ന് എഴുതാൻ പറ്റും. ഇനി ടീന്റെ വില 2t½ ആകുമ്പോഴോ n0/2 പകുതി ആയിട്ടുണ്ടാവും, n0/4 ആയിട്ടുണ്ടാവും. n0/4 എന്ന് പറഞ്ഞാൽ n0 × 1/2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇനി ടീന്റെ വില 3t½ ആകുമ്പോഴോ n0/4 പകുതി ആയിട്ടുണ്ടാവും, n0/4 പകുതിയാണ് n0/8 ആയിട്ടുണ്ടാവും. n0/8 എന്ന് പറഞ്ഞാൽ n0 × 1/2 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും വെൻ ടീന്റെ വില n t½ ആകുമ്പോൾ നമുക്ക് n വില എന്ത് ചെയ്താൻ പറ്റും, n = n0 × 1/2 n എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആ n വേണമെങ്കിൽ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. t = n t½ ആണ്. അപ്പൊ n ന്റെ വില എന്ത് കിട്ടും, n = t/t½ ആണ്. അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n = n0 1/2 t/t². ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത്രയും ഭാഗമാണ് നമ്മളിവിടെ ഹാഫ് ലൈഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി ഒരു ടേമും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ്. ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ആവറേജ് ലൈഫ്, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആവറേജ് ലൈഫ് എങ്ങനെ നമ്മൾ കാണാം, അല്ലെങ്കിൽ പിന്നെ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം വരും. ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ചില കുട്ടികൾ ചിലപ്പോൾ ജനിക്കുമ്പോഴേ ജീവൻ ഉണ്ടാവില്ല അല്ലെ. ചില ആളുകളാണെങ്കിൽ ജനിച്ച് 1 സെക്കൻഡ് ജീവിക്കുന്ന കുട്ടികളുണ്ടാവും, ജനിച്ച് ചിലപ്പോൾ 1 മിനിറ്റ് ജീവിക്കുന്ന കുട്ടികളുണ്ടാവും, ജനിച്ച് 1 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ 25 വർഷം 50 വർഷം, ചില ആളുകൾ ജനിച്ച് 100 കൊല്ലം ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ആവറേജ് എങ്ങനെ കിട്ടുക, ഇവരെല്ലാവരും കേരളത്തിലെ പിന്നെ ഇങ്ങനെ ഒരു ആളുകളൊക്കെ പിന്നെ വയസ്സുകൾ ഇങ്ങനെ എടുത്ത് കൂട്ടുക. ചില ആൾക്കാർക്ക് അപ്പൊ 0 ആണ്, ജനിക്കുമ്പോൾ തന്നെ ജീവല്ല, ചില ആൾക്കാർ 1 സെക്കൻഡേ ഉള്ളൂ, ചില ആൾക്കാർക്ക് 1 മിനിറ്റ്, ഒക്കെ പാടെ കൂട്ടിക്കാണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ആളുകളെ പീപ്പിൾസിനെ എണ്ണം ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ആവറേജ് ലൈഫ് കിട്ടും. അതിന്റെ അർത്ഥം ചില ആൾക്കാർക്ക് 110 വർഷം ജീവിക്കുക അല്ലെങ്കിൽ 100 വർഷം ജീവിക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും 100 വർഷമല്ല, ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ജീവല്ല. അതിന്റെ അർത്ഥം ആവറേജ് കേരളത്തിൽ ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 60 വർഷം അല്ലെങ്കിൽ 70 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും അത് ജീവിക്കുന്നതല്ല, ഒരു ആവറേജ് ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ പിന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ കേസിൽ നമ്മൾ പറയാൻ പോകുന്നത്, ചില റേഡിയോ ആക്റ്റീവ് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ചില ന്യൂക്ലിയർ എന്താണ് എടുക്കുമ്പോൾ തന്നെ ഡികേ ചെയ്ത് പോയിട്ടുണ്ടാവും, ചിലത് ഏറ്റവും അവസാനം ഡികേ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിന്റെ ആവറേജ് ലൈഫ് കിട്ടണമെങ്കിൽ ഈ ഓരോ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയന്റും ഓരോ ആറ്റത്തിന്റെയും ലൈഫ് ടൈമുകൾ എടുക്കുക, എന്നിട്ടൊക്കെ പാടെ കൂട്ടിയിട്ട് ടോട്ടൽ ആ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ലൈഫ് കിട്ടും. സോ ആവറേജ് ലൈഫ് ഓഫ് മീൻ ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ആറ്റംസ്. എല്ലാ ആറ്റത്തിനും ലൈഫ് ടൈമുകൾ എടുക്കുക, ഒക്കെ പാടെ എടുക്കും, ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ആറ്റംസ്. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ t½ ഇക്വേഷൻ പഠിച്ചാൽ വെച്ചാൽ മതി, ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ആറ്റംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക, τ = 1/λ. ഈ ഡെറിവേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു ഇന്റഗ്രേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്കിത് ഇപ്പോ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഞാൻ പിന്നെ നമുക്ക് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലാസ് ഒക്കെ തുറന്നതിന് ശേഷം അപ്പോൾ ഇതിന് മാത്സിലെ ഇന്റഗ്രേഷൻ എന്നുള്ള ഭാഗമൊക്കെ എടുത്തു കഴിയും. അപ്പൊ നമുക്ക് ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാം. നിങ്ങൾ സാധാരണ ഇന്റഗ്രേഷൻ പരീക്ഷ ചോദിക്കൂല, നിങ്ങൾ ഇക്വേഷൻ മാത്രം പുറത്ത് വെച്ചാൽ മതി. ആവറേജ് ലൈഫിനുള്ള ഇക്വേഷൻ τ നമ്മൾ ടോ എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുക, τ = 1/λ. ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ t½ ഇക്വേഷൻ എന്തായിരുന്നു, 0.693/λ ആയിരുന്നു, ഇത് 1/λ ആണ്. ഓക്കെ, ചെറിയൊരു മാറ്റമുണ്ട്. ടോട്ടൽ ലൈഫ് ഓഫ് ആൾ ടൈംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്, ആവറേജ് ലൈഫും മീൻ ലൈഫും തമ്മിൽ എന്താ ബന്ധം? ആവറേജ് ലൈഫ് മീൻസ് ഹാഫ് ലൈഫും മീൻ ലൈഫും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. കാരണം ആവറേജ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ t½ എന്ന് പറഞ്ഞാൽ 0.693/λ ആണ്. പിന്നെ അതേപോലെ തന്നെ മീൻ ലൈഫ് എന്ന് പറഞ്ഞാലോ τ = 1/λ ആണ്. അപ്പൊ നമുക്ക് 1/λ നമുക്ക് എന്ത് കൊടുക്കാം, τ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് t½ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, 0.693 × τ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അതേപോലെ τ = ആണെങ്കിലോ 1/0.693 ചെയ്താൽ മതി, അപ്പൊ 1.44 t½ എന്ന് കിട്ടും. അപ്പൊ ഏതാ വലുത്, t½ ആണോ τ ആണോ വലുത്? ഏതാ വലുത്? τ ആണ് അല്ലെ. 1.44 t½ എടുക്കുമ്പോഴാണ് നമുക്ക് τ എന്ന് കിട്ടുക. അപ്പോൾ ആ മീൻ ലൈഫ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ ചോദിക്കാവുന്ന ഭാഗങ്ങൾ, ഒന്ന് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേഷൻ എന്താണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റും. പിന്നെ ആവറേജ് ലൈഫിന്റെ ഡെഫിനിഷനും അതിന്റെ ഇക്വേഷനും ആവറേജും മീൻ ലൈഫും തമ്മിലുള്ള റിലേഷൻ പരീക്ഷ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. t½ = 0.693 τ അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ രണ്ടിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
ഓക്കെ, താങ്ക് യു.